Hi friends, എല്ലാവർക്കും നമസ്കാരം. ബിസിനസ്സിൽ വിജയിക്കാനുള്ള 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്താണ് ബിസിനസ്? അതായത് പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു കച്ചവടമാണ് അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. സോ അവിടെ ബിസിനസ്സിന് ഒരുപാട് എത്തിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം. ബട്ട് നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാവണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടും ബിസിനസ്സിൽ ഫ്ലോപ്പ് തന്നെയാണ്, ഫെയിലിയറാണ്. എനിക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല, എനിക്ക് ആ പോസിബിലിറ്റി, എനിക്ക് ആ ഒരു സക്സസ്, അതിൻ്റെ സാധ്യത എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ മനസ്സിലാക്കും, ഇത് രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷിക്കും. ബട്ട് കാര്യത്തോട് അടുക്കുമ്പോൾ ഞാൻ ആകെ വീക്കായി പോകും, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ഞാൻ ചെയ്യും, പക്ഷേ അത് കഴിയുമ്പോഴേക്കും ഒരു മടിപ്പ് എനിക്ക് സംഭവിക്കും. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഡേ ബൈ ഡേ എനിക്ക് കോൾസ് വിളിക്കുന്നവരും വാട്സപ്പ് മെസ്സേജ് അയക്കുന്നവരും കമൻസിലും ഒക്കെ ആയിട്ട് കാണുന്നത്. സോ എന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. സോ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഐഡിയകൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബിസിനസ് പരമായിട്ട്. ഓക്കെ ഫൈൻ. ഏകദേശം 2016 കാലഘട്ടങ്ങളിലാണ് റിയലായിട്ടും ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്, റിയൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് ഒരു ഫോർമേഷനായിട്ട് മാറുന്നത്. അതിന് തൊട്ട് മുന്നേ തന്നെ 2009 കാലഘട്ടങ്ങളിൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്ത് ഒരു ഫേം ബ്രാൻഡൊക്കെ ആയി. അതിനൊരു ബ്രാൻഡായതിനു ശേഷം 2009 ഒരു ബ്രാൻഡാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ 2009, 10, 11, 12, 13, 14 വരെ അങ്ങനെ റൺ ചെയ്തു. 14 ആകുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ 2014 ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും എല്ലാവരെയും പോലെ നിങ്ങളിപ്പോൾ കാണുന്ന പല ആൾക്കാരും എല്ലാവരെയും പോലെ സെറ്റപ്പ് ആവും എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് 2016 ആകുമ്പോഴേക്കും കൃത്യമായിട്ട് ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു റൂട്ട് മാപ്പ് എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. കാരണം അന്ന് ബിസിനസ് കോച്ചുകൾ ഒരുപാടുണ്ടെങ്കിലും അവരൊക്കെ മാക്സിമം മോട്ടിവേഷൻ ട്രെയിനേഴ്സ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം, മോട്ടിവേറ്റ് ആയിരിക്കും. ബട്ട് ആ മോട്ടിവേഷൻ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ അവർ പകർന്നിറങ്ങിയ പരിപാടികളെല്ലാം നമ്മൾ തീർന്നു. അവ കറക്റ്റ്. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും പല ട്രെയിനിങ്സിനും പോയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിനിങ്ങിന് പോയിട്ട് മാക്സിമം എത്ര ദിവസം നമ്മുടെ കയ്യിലുണ്ടാവും? മാക്സിമം ഒരാഴ്ച. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടികളെല്ലാം പോയി, നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം പോയി. പിന്നെ വീണ്ടും നമ്മൾ സാധാ ലെവലിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ എലമെൻ്റ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത്. അപ്പോൾ അതിൽ 3 പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ 3 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള വേർഡാണ് ഐഡിയ. ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഐഡിയ, അതിൻ്റെ ഒരു പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ആ ഐഡിയ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ്, അതായത് നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം, ആദ്യം നമ്മൾ ആ ലക്ഷ്യത്തെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ദുർഘടമായ പാതയായിരിക്കും, വളരെ ബുദ്ധിമുട്ട് നമ്മൾ സർവൈവ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു ബുദ്ധിമുട്ട്, അത്രയും വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾക്ക് ഈസി ആക്കാനുള്ളതാണ് ഐഡിയ. ഇത് നമ്മൾ ലക്ഷ്യം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നതാണ് ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലെങ്കിൽ നടക്കില്ല, ഒരു പരിപാടി നടക്കില്ല. ലക്ഷ്യം എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഉദാഹരണം, നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? കുറേ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം പല കമ്പനീസിൽ. അതുപോലെ നല്ലൊരു വീടുണ്ടാക്കണം, നല്ലൊരു BMW ബെൻസോ ഒക്കെ വാങ്ങിക്കണം, ഭയങ്കര ഹൈ ലെവലിൽ നമ്മൾ ജീവിക്കണം. പിന്നെ ഏറ്റവും എല്ലാവരും ആഗ്രഹം ലോകവ്യാപകമായിട്ട് അടിച്ച് പൊളിച്ച് ഇങ്ങോട്ട് കറങ്ങി നടക്കണം. ഇതൊക്കെയാണ് ആഗ്രഹം. സോ ഈ ആഗ്രഹം നടക്കണ വലിയ ഡ്രീം. അത് ചില കോടികൾ വേണ്ടി വരും, മിനിമം 1 കോടിയെങ്കിലും വേണ്ടി വരും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിമൽ റേറ്റ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ 1 കോടിയായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഈ 1 കോടീനെ നമ്മൾ ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ 1 കോടിയിലേക്ക് എത്താനുള്ള പ്ലാൻസ്, ഐഡിയ നമ്മൾ ഉണ്ടാക്കണം. ഐഡിയ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഐഡിയ. എപ്പോഴും ഐഡിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നമ്മുടെ സെൽഫ് ബ്രാൻഡിങ് ഉപയോഗിക്കുക. എനിക്ക് എന്തുണ്ട് എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? നമ്മൾ എന്ത് പഠിച്ചാൽ എന്ത് ചെയ്യാം, 1 കോടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നതല്ല ചിന്തിക്കേണ്ടത്. അതായത് എന്ത് പഠിച്ചാൽ, ഈ സംഭവം പഠിച്ചാൽ 1 കോടി ഉണ്ടാക്കാം എന്ന് പറയുന്നതിലല്ല കാര്യം. എനിക്ക് എന്തുണ്ട് എന്നത് ചിന്തിക്കണം. എനിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്, എനിക്ക് എന്ത് സ്കില്ലുണ്ട്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഒരു സത്യാവസ്ഥ ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഈ ലോകത്തിലെ ഓരോ മനുഷ്യവർഗത്തിനും, ഓരോ മനുഷ്യർക്കും, ഓരോ വ്യക്തികൾക്കും
ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഴിവ് ആര് കൊടുത്തിട്ടുണ്ട്? സർവശക്തൻ നൽകിയിട്ടുണ്ട്. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യ ശക്തി എന്ന് വിചാരിച്ചോളാം. ദാറ്റ്സ് ഓൾ. ഒരു എക്സാമ്പിൾ, ഒരു അദൃശ്യ ശക്തി എന്ന് വിചാരിച്ചോളാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് വിചാരിച്ചോളാം. ആ മനസ്സ് നൽകിയിട്ടുണ്ട് നമ്മളുടെ ഓരോ വ്യക്തികൾക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു കുക്കിംഗ് അറിയാം, നിങ്ങൾക്ക് നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്, നല്ലൊരു ഡ്രൈവറാണ്, നല്ലൊരു മോട്ടിവേഷണൽ സ്പീച്ച് സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ലൊരു കോഡറാണ്, നല്ലൊരു ഡിസൈനറാണ്, എന്തും ആയിക്കൊള്ളട്ടെ, എന്തും, നല്ലൊരു സിമ്മറാണ്, നല്ലൊരു ഒരു പ്ലെയറാണ്, ഏത് ടൈപ്പ് പ്ലേ വേണമെങ്കിൽ എടുത്തോളൂ. മനസ്സിലാവും? ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, എന്ത് വേണം എടുത്തോളൂ. സോ അതവരുടെ കഴിവാണ്, അവരുടെ സ്കില്ലാണ്. അപ്പോൾ ആ സ്കില്ല് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കൂടെ വേണം. സ്കില്ല് കൂടെ വേണം. ഒപ്പം നമ്മുടെ ലക്ഷ്യം, ഏത് 1 crore എന്നുള്ള ലക്ഷ്യം, സ്കിൽ ആൻഡ് ലക്ഷ്യം, 2 കാര്യങ്ങൾ നമ്മുടെ കൂടെ എത്തി. ഈ 2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഐഡിയ തനിയെ വരും. ഉദാഹരണം, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കാം. എനിക്ക് അതിൽ കുറച്ച് സ്കില്ലുണ്ട്. സോ ഞാൻ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ നല്ലൊരു കുക്കിംഗ് ചെയ്യും, നല്ലൊരു ഫിഷ് കറി ഉണ്ടാക്കും. ഞാൻ നല്ലൊരു ഫിഷ് കറി ഉണ്ടാക്കി ഞാൻ എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടാം, ഫിഷ് കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. കേരളത്തിലെ മണ്ണിൽ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ട്? 1 കോടിക്കടുത്തോളം വരുമാനം ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് വാട്സപ്പിലൂടെ ട്രെയിനിങ്. അങ്ങനെയുള്ള നാടാണിത്. മനസ്സിലായോ? എഡ്യൂക്കേഷന് ഭയങ്കര സ്കോപ്പുള്ളതാണ്. അപ്പോൾ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലും നമ്മുടെ ലക്ഷ്യം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് സ്കില്ല് കൊണ്ട് അവിടെ എത്തണം. അല്ലാതെ അത് പഠിച്ച് ചെയ്യാം, ഇത് പഠിച്ച് ഇങ്ങനെ ചെയ്യാം, അത് പഠിച്ച് ഇങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. സ്കില്ലായിരിക്കണം എപ്പോഴും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന മെയിനായിട്ട് സാധനം. അത് വെച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പാഷനായി മാറി. ആ പാഷൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. ദാറ്റ്സ് ഓൾ. അതാണ് പറഞ്ഞതിനർത്ഥം. നമ്പർ 2 ഇംപ്ലിമെൻറ്റേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ നമ്മൾ എന്താണോ കാര്യം പ്ലാൻ ചെയ്തത്, ഒരു ഐഡിയ പ്ലാൻ ചെയ്തു, ഇപ്പോൾ ഒരു കോഴ്സ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു, കുക്കിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ടാക്കാം. ഞാൻ എങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ മൊബൈലിനകത്ത് ഷൂട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് കോഴ്സ് സെല്ലിംഗ് വെബ്സൈറ്റുകളുണ്ട്. അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഐഡിയ ഉണ്ട്, ലക്ഷ്യമുണ്ട്, സ്കില്ലും ഉണ്ട്. ഐഡിയ ഉണ്ട്, ലക്ഷ്യമുണ്ട്, സ്കില്ലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല കോടി ഉണ്ടാക്കണം എന്നുള്ള റിച്ചസ്റ്റ് മൈൻഡ് സെറ്റും ഉണ്ട്. മതിയോ? പോരാ. ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വർക്ക് നടത്തണം, പ്രാവർത്തികമാക്കണം. അത് പണിയെടുത്ത് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ 3ാമത്തെ സാധനം ജനിക്കുന്നു, ഹാർഡ് വർക്ക്. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി ചിലർ അത് സ്റ്റാർട്ട് ചെയ്യും. സംഭവം എന്തായാലും ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. ഡേ ബൈ ഡേ നമ്മൾ എപ്പോഴും ഇത് നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞു, ദുർഘടമായ പാതയാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ബുദ്ധിമുട്ട് അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഡേ ബൈ ഡേ നമ്മൾ കഷ്ടപ്പെട്ട് അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടും. സോ ഈ 3 കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ, ഐഡിയ, ഇംപ്ലിമെൻറ്റേഷൻ, ഹാർഡ് വർക്ക്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്നെ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, കഴിഞ്ഞ 2016 മുതൽ ഇതുവരെയുള്ള എൻ്റെ യാത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും, യൂട്യൂബിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും. സോ ആ ഒരു ലൈഫിൽ വന്ന കുറേ ചേഞ്ചസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സോ ഓൾസോ ബിസിനസ്സിൽ വന്ന ചേഞ്ചസ്, ഓൾസോ നിങ്ങൾക്ക് ഞാൻ തരുന്ന രീതികൾ, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും. പ്രോപ്പറായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാനും സാധിക്കും. സോ ഇത് പറഞ്ഞു തരാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സക്സസ് ആക്കി മാറ്റുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാരും, കോളേജ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വിത്ത് വീഡിയോ ഷോണി സൈനിങ് ഓഫ്. ബൈ.